ജൂലൈ 9 വൈകുന്നേരം 5 മണി ഗോകർണ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ശ്രീധര സാറും സംഘവും വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാമതീർത്ഥ കുന്നൻ പ്രദേശത്ത് നടത്തുന്ന പതിവ് പെട്രോളിംഗ്. വനത്തിലൂടെ നടക്കുന്നതിനിടെ ഗുഹയ്ക്കുള്ളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളനക്കം. നോക്കിയപ്പോൾ അതിലൊരു റഷ്യൻ യുവതിയും 2 കുട്ടികളും. കർണാടകയിലെ ഗോകർണയിലാണ് ഗുഹയിൽ താമസമാക്കിയ 40 വയസ്സുള്ള റഷ്യൻ സ്ത്രീയെ കണ്ടെത്തിയത്. റിപ്പോർട്ടുകൾ പ്രകാരം മോഹി എന്നാണ് ഈ സ്ത്രീയുടെ പേര്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി 4-ഉം 6-ഉം വയസ്സുള്ള പെൺമക്കളോടൊപ്പം ഇവർ രാമതീർത്ഥ വനമേഖലയിലെ ഗുഹയിലായിരുന്നു താമസം. ആത്മീയത തേടിയാണ് താൻ ഗുഹയിൽ താമസമാക്കിയതെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. ഗോവ വഴി ഇന്ത്യയിലെത്തിയ മോഹി ഗോകർണയിൽ എത്തുകയായിരുന്നു. തുടർന്ന് അവശേഷിക്കുന്ന കാലം ധ്യാനത്തിനായി ഏകാന്തതയിൽ ജീവിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഗുഹയിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്തിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കുട്ടികളോടൊപ്പം പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയായിരുന്നു താനെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. NDTVയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആത്മീയ ഏകാന്തത തേടി ഗോവയിൽ നിന്നാണ് കുട്ടിന ഗോകർണത്തെത്തിയത്. ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നതിനാലാണ് കാട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചതെന്ന് അവർ പോലീസിനോട് പറഞ്ഞു. കൂടാതെ നഗരത്തിലെ കുഴപ്പങ്ങളിൽ നിന്ന് അല്പം വിശ്രമം തേടുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അവരുടെ ഉദ്ദേശങ്ങൾ ആത്മീയമാണെങ്കിലും അത്തരമൊരു അന്തരീക്ഷത്തിൽ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് അധികാരികൾക്ക് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു. സ്ത്രീക്ക് കൗൺസിലിംഗ് നൽകുകയും അപകടങ്ങളെക്കുറിച്ച് അറിയിക്കുകയും ചെയ്ത ശേഷം പോലീസ് സംഘം വിജയകരമായി രക്ഷപ്പെടുത്തി കുന്നിൻ മുകളിലൂടെ താഴേക്ക് കൊണ്ടുപോയി. സ്ത്രീയുടെ അഭ്യർത്ഥന പ്രകാരം കുംത താലൂക്കിലെ ബങ്കിക്കോട്ട്ല ഗ്രാമത്തിൽ 80 വയസ്സുള്ള വനിതാ സന്യാസിയായ സ്വാമി യോഗരത്ന സരസ്വതി നടത്തുന്ന ഒരു ആശ്രമത്തിലേക്ക് അവരെ മാറ്റി. അധികാരികൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ പാസ്പോർട്ടിന്റെയും വിസയുടെയും വിവരങ്ങൾ പങ്കുവെക്കാൻ നീന മടിക്കുന്നതായി വ്യക്തമായി. പോലീസിന്റെയും വെൽഫെയർ ഓഫീസർമാരുടെയും ആശ്രമ മേധാവിയുടെയും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും സൗമ്യമായ പ്രേരണകൾക്കും ശേഷം കാട്ടിലെ ഗുഹയിൽ എവിടെയോ തന്റെ രേഖകൾ നഷ്ടപ്പെട്ടിരിക്കാമെന്ന് അവൾ വെളിപ്പെടുത്തി. ഗോകർണ പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ സംയുക്ത പരിശോധനയിൽ അവരുടെ പാസ്പോർട്ടും വിസാരേഖകളും കണ്ടെടുത്തു. 2017 ഏപ്രിൽ 17 വരെ സാധുതയുള്ള ഒരു ബിസിനസ് വിസയിലാണ് നീന ആദ്യം ഇന്ത്യയിൽ പ്രവേശിച്ചതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. 2018 ഏപ്രിൽ 19 ഗോവയിലെ പനാജിയിലെ FRRO എക്സിറ്റ് പെർമിറ്റ് നൽകി. തുടർന്ന് അവർ നേപ്പാളിലേക്ക് പോയി. 2018 സെപ്റ്റംബർ 8 വീണ്ടും ഇന്ത്യയിൽ പ്രവേശിച്ചതായും അതുവഴി അനുവദനീയമായ കാലാവധി കഴിഞ്ഞതായും രേഖകൾ കാണിക്കുന്നു. ഈ വിസാ ലംഘനം കണക്കിലെടുത്ത് സ്ത്രീയെയും പെൺമക്കളെയും വനിതാ ശിശു വികസന വകുപ്പ് നടത്തുന്ന കാർവാറിലെ വനിതാ സ്വീകരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. അവിടെ അവരെ നിലവിൽ സംരക്ഷണ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സ്ത്രീയെയും 2 കുട്ടികളെയും റഷ്യയിലേക്ക് തിരിച്ചയക്കുന്നതിന് സൗകര്യമൊരുക്കുന്നതിനായി ഉത്തര കന്നഡ പോലീസ് സൂപ്രണ്ട് ബംഗളൂരുവിലെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷണൽ ഓഫീസുമായി ഔദ്യോഗിക കത്തിടപാടുകൾ ആരംഭിച്ചു. ഇപ്പോൾ മോഹിയെയും കുട്ടികളെയും റഷ്യയിലേക്ക് തിരിച്ചയക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.